പഴയകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഗുരുകുട്ടി മാസ്റ്റർ ഇന്നത്തെ KP കുട്ടിയെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകം നമ്മുടെ വായനശാലയുടെ പേര് KP കുട്ടി സ്മാരക വായനശാല എന്നാണ്. എന്നാൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ചർച്ച നമ്മളിതുവരെ നടത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ 66ാം ചരമവാർഷിക ദിനം. മൊത്തത്തിൽ 65ആണെങ്കിൽ ജനനം മരണം വെച്ച് നോക്കുകയാണെങ്കിൽ 66. 1922 ജനിക്കുകയും 58 മരിക്കുകയും ചെയ്തയാളാണ് KP. സഖാവിനെ കുറിച്ച് വളരെ ചെറിയ ഒരു പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിന്റെ ഭാഷ പറയുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ അതിന് ഞാൻ കഴിയുന്നില്ല. ഇനിയുള്ള അവസരത്തിൽ അത് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടാകുമെന്ന്. ഇവിടെ പഴയ കാലത്തെ പണ്ടൊക്കെ പുതിയപ്പോഴൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ ചില പേരുകൾ ഇങ്ങനെ കേൾക്കും. അതിലൊന്ന് KP കുട്ടി, അച്യുതൻ മാസ്റ്റർ, VR ചാത്തുക്കുട്ടി മാസ്റ്റർ തുടങ്ങിയ പേരുകൾ. സഖാവിനെ സംബന്ധിച്ച് അടുത്ത കാലത്താണ് മാഷി പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകം എഴുതിയതിന് ശേഷം ആ പുസ്തകത്തെ സംബന്ധിച്ച് ഒരു കുറിപ്പ് ദേശാഭിമാനി പത്രത്തിൽ 2019 ഫെബ്രുവരി 24 വന്നിട്ടുണ്ട്. അത് ഈ പുസ്തകത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ളതാണ് 2019. അത് ഞാനൊന്ന് വായിക്കാം. ജ്വലിച്ചു തീർന്നവരുടെ ചില സ്മരണകൾ എന്നാണ് എഴുതി. അത് എഴുതിയത് AV ഷെരീൻ എന്ന ലേഖകൻ. കേരളത്തിന്റെ ഓരോ പഞ്ചായത്തിലും വിമോചന സ്വപ്നങ്ങൾ നെയ്യുകയും ജീവൻ പണയപ്പെടുത്തി അതിന്റെ കാവൽക്കാരാകുകയും ചെയ്ത മനുഷ്യരും അവരെ കുറിച്ചും പ്രാദേശിക ചരിത്ര രചന ഉണ്ടാകേണ്ടതുണ്ട്. ഇടക്കണ്ടിൽ ഇൻഡിപെൻഡന്റ് മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് സഖാവ് KP ഗോവിന്ദൻകുട്ടി ജനിക്കുന്ന ഓർമ്മ. ഐക്യ കേരള രൂപീകരണത്തിന് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ, പെരുവയൽ, ചെറുപ്പ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ജീവിതം കോപിച്ച ഐതിഹാസിക ജീവിതത്തിന്റെ ഉടമയാണ് സഖാവ് KP എന്ന KP ഗോവിന്ദൻകുട്ടി. അദ്ദേഹത്തെ കുറിച്ച് കോഴിക്കോട് കുന്നമംഗലം മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവും അധ്യാപകനുമായ കേളുക്കുട്ടി മാസ്റ്റർ എഴുതിയ ലഘുപുസ്തകം ഇന്ന് സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമെന്ന നിലയിൽ സംസ്ഥാന ശ്രദ്ധ തിരിച്ചുപറ്റിയ ചെറുകുളത്തൂരിന്റെ രാഷ്ട്രീയ മനസ്സ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചേർത്ത് നേരിടുന്നത് KP ഉൾപ്പെടെയുള്ളവരാണ്. 1922 ജനനം. ചെറുപ്പം മുതൽ കിസാൻ സഭയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സജീവ പ്രവർത്തകനായി. പട്ടാളത്തിൽ ചേർന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയ ഞാൻ പിരിച്ചുവിട്ടു. തുടർന്ന് പാർട്ടിയുടെ കോഴിക്കോട് താലൂക്ക് കമ്മിറ്റി അംഗമായി കുന്നമംഗലം സർക്കാർ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു. പുന്നപ്ര വയലാർ സമരസഖാക്കൾ ഈ മേഖലയിൽ ഒളിവിൽ താമസിച്ചിരുന്നു. അവരിൽ റഷ്യൻ ഭാഷയിൽ പ്രാവീണ്യമുള്ളവരുണ്ടായിരുന്നു. അവരിൽ നിന്ന് ഗോവിന്ദൻകുട്ടി റഷ്യൻ ഭാഷ സ്വായത്തമാക്കി. EMS ഉൾപ്പെടെയുള്ളവർ ഒരു മാസത്തിലധികം ഇവിടെ ഒളിവിൽ കഴിഞ്ഞപ്പോൾ അവരുടെ സംരക്ഷണ ചുമതല KPക്കായിരുന്നു. 48 പാർട്ടി നിരോധന ശേഷം മേഖലയിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പോലീസിന്റെ നോട്ടപ്പുള്ളിയായി പലതവണ പോലീസ് പിടികൂടാൻ കെണിയൊരുക്കുകയും രക്ഷപ്പെട്ടു. ആവേശകരമായ ചെറുത്തുനിൽപ്പുകളുടെ പ്രാദേശികത അടയാളപ്പെടുത്തുകയാണ് പുസ്തകം. ഈ പുസ്തകത്തിന്റെ
അവതാരിക എഴുതിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന സാഹിത്യകാരനായിരുന്ന MK പണിക്കൂട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന MK കേളപ്പട്ടനാണ്. അവതാരികയിൽ കേളപ്പട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കേളക്കുട്ടി മാസ്റ്റർ ഈ പുസ്തകം എഴുതാൻ പ്രചോദനമായിട്ടുള്ള കാര്യമാണ്. 2017 തോന്നുന്നുണ്ട് ചെറുവത്തൂരിനെ സംബന്ധിച്ച് മാതൃഭൂമി പത്രത്തിൽ ഒരു കുറിപ്പ് വന്നിരുന്നു. അതിൽ KP ഗോവിന്ദൻകുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞത്, ദേശീയ പ്രസ്ഥാനത്തിലും ദേശീയ സമരത്തിലും പങ്കെടുത്ത് പോലീസിൻ്റെ മർദ്ദനമേൽക്കുകയും ജയിലിൽ പോകേണ്ടി വരികയും ചെയ്ത ആളുകളെന്നാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു എന്നോ അതിനെ സംബന്ധിച്ച് യാതൊന്നും ആ ലേഖനത്തിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് അറിയിക്കാൻ കൂടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത് എന്ന് അത് അവതാരികയും കേളപ്പട്ടൻ എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം ചെറിയതാണ്, മറക്കാത്ത ഓർമ്മകൾ എന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അന്നത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തീരുമാനം, ചെറുപ്പക്കാർ പട്ടാളത്തിൽ ചേരണം എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലമാണ്. സോവിയറ്റ് യൂണിയനൊക്കെ ആ യുദ്ധത്തിൽ ഒരു കക്ഷിയാണ്. ആ തീരുമാനമനുസരിച്ച് KP പട്ടാളത്തിൽ ചേരുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മയിട്ട പേര് ചോയ്ക്കുട്ടി എന്നാണ്. ആ പേര് മാറ്റി ഗോവിന്ദൻകുട്ടി എന്ന പേരുമായാണ് പട്ടാളത്തിൽ ചേർന്നത്. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് എന്ന വിവരം കിട്ടി പട്ടാളത്തിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചുവിടുകയാണ്. അതിനുശേഷം നാട്ടിൽ ഗോവിന്ദൻകുട്ടി എന്ന പേരിൽ തന്നെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. കൃഷിക്കാരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് കലാ സാംസ്കാരിക രംഗത്ത് ഇടപെട്ട് ഒരു നല്ല പൊതുപ്രവർത്തകനായി കമ്മ്യൂണിസ്റ്റുകാരനായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താലൂക്ക് കമ്മിറ്റി അംഗവും കുന്നമംഗലം ഫർക്ക കമ്മിറ്റി അംഗവുമായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ദേശാഭിമാനിയിലെ ഈ നിരൂപണത്തിൽ പറഞ്ഞതുപോലെ റഷ്യൻ ഉൾപ്പെടെയുള്ള 4 ഭാഷകൾ അദ്ദേഹം കരസ്ഥമാക്കി. ഒടുവിലും ജയിലുകളുമായി സഹപ്രവർത്തകരുമായി പലതരത്തിലും ഇടപെട്ടുകൊണ്ടാണ് ഈ പഠനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. 5ാം ക്ലാസ് വരെയാണ് അദ്ദേഹം സ്കൂളിൽ പോയിട്ടുള്ളത്. അതിനുശേഷം പഠനത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 48-ൽ പാർട്ടി നിരോധിക്കുകയാണ്. ആ നിരോധനത്തിനെതിരായി വലിയ പ്രതിഷേധങ്ങൾ നാട്ടിലെമ്പാടും അലയടിച്ചുയർന്നു. അതിനെതിരായി ഈ പ്രദേശങ്ങളിൽ ചെറുവത്തൂരിൽ, മലപ്പുറത്ത്, ചുവപ്പിയിൽ, തിരുവണ്ണയിലെല്ലാം നേതൃത്വം കൊടുത്തത് സഖാവ് KP ഗോവിന്ദൻകുട്ടി. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പിടികൂടണമെന്ന വാശിയിൽ പോലീസ് എത്തിച്ചേർന്നു. എങ്ങനെയായിട്ടും അത് നടക്കുന്നില്ല. ഒരിക്കൽ അദ്ദേഹത്തെ പിടിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് പോലീസുകാർ കടന്നു വരികയാണ്. ആ സമയത്ത് അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. പോലീസുകാരും ഗുണ്ടകൾ കൂടിയാണ് ഇരുന്നത്. അവിടെ വെച്ച് പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, കഴിച്ചു കഴിഞ്ഞിട്ട് വന്നാൽ പോരെ, ഏറ്റവും ധാരാളം നൽകിക്കൊണ്ടുള്ള പോലീസുകാർ അവിടെ കാത്തു നിൽക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം KP ഗോവിന്ദൻകുട്ടി അന്ന് തോണിയുള്ള കാലമാണ്. ആ തോണി തുഴയുന്ന ചുക്കാൻ ഇറയിലാണ് വെക്കുക. ഓല കൊണ്ട് മേഞ്ഞ വീടിൻ്റെ ഇറയിൽ നിൽക്കുന്ന ഈ ചുക്കാൻ കയ്യിലെടുത്തിട്ട് ചോദിച്ചു, നായ്ക്കളെ എൻ്റെ കുടികളൊന്നുണ്ട്. അത് കേട്ട് ഗുണ്ടകളും പോലീസും ഓടി രക്ഷപ്പെടുകയാണ്. അത് ഒരു വലിയ അനുഭവമാണ്. 46-ലാണ് 3 വെടിവെപ്പുകൾ ഉണ്ടായിരുന്നത് ഈ കേരളം. ഒക്ടോബർ 27-ന് വയലാറിൽ, പിന്നീട് കൈവള്ളൂരിൽ ഡിസംബർ 30-ന് കാവുമായി. ഈ വെടിവെപ്പിനെ തുടർന്ന് കുറേ സഖാക്കൾ ഒളിവിൽ താമസിക്കാൻ എത്തിച്ചേരുകയുണ്ടായി.
വയനാട്ടിൽ നിന്ന് വന്ന സഖാക്കൾ എത്തിച്ചേർന്നത് മഞ്ഞോടിയിൽ കുഞ്ഞികൃഷ്ണൻ ചെട്ടിയാരുടെ കെട്ടിടത്തിലാണ് താമസം. അവിടെയും പരിസര പ്രദേശങ്ങളിലുമെല്ലാമായി അവരങ്ങനെ താമസിക്കുകയാണ് ചെയ്യുന്നത്. കരിവള്ളൂരിലെയും കാവുവായിലെയും സഖാക്കൾ പറയലുവണ്ടിയിൽ ഇമ്പിച്ചിയുടെ കുട്ടിയിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ആ കാലത്തൊക്കെ തന്നെ EMS കൃഷ്ണപിള്ള, കല്ലാത്തുകൃഷ്ണൻ, അറാക്കൽ കുഞ്ഞിരാമൻ, AV കുഞ്ഞമ്പൂർ തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്കാലത്തെ പ്രഗത്ഭരായ നേതാക്കൾ ഈ പ്രദേശങ്ങളിലെല്ലാം പല കാലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ EMS ഒളിവിൽ കഴിഞ്ഞത് 1 മാസത്തോളം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. മാട്ടാട്ടിൽ ഇട്ട എന്ന ആളുടെ കുട്ടിയാണ്. ആ ഒളിവിൽ കഴിഞ്ഞ സഖാക്കളെയെല്ലാം സംരക്ഷിക്കേണ്ട ചുമതല അത് പാർട്ടി നൽകിയത് സഖാവ് KP ഗോവിന്ദൻകുട്ടിക്കാണ്. പിന്നീട് 48-ൽ പിന്നെയും വെടിവെപ്പുണ്ടാക്കുകയാണ്. കോളം, തില്ലങ്കേരി, കേരളം, കൊഞ്ചിയം വെടിവെപ്പുണ്ടാക്കി. അതെല്ലാം നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 1950-ൽ മൊയാറത്ത് ശങ്കരനെ, കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ കോൺഗ്രസുകാരനായിരുന്ന മൊയാറത്ത് ശങ്കരനെ കോൺഗ്രസുകാർ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. 50-ൽ സേലം ജയിലിൽ വെടിവെപ്പുണ്ടാവുകയാണ്. 22 ധീരരായ പോരാളികളെയാണ് ആ വെടിവെപ്പിൽ കൊന്നൊടുക്കുകയും. ഇതിൻ്റെ എല്ലാം പ്രതിഷേധമായി നാട്ടിലെമ്പാടും ശക്തമായ അന്വേഷികൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സഖാവ് KP ഗോവിന്ദൻകുട്ടി നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛനമായിട്ടുള്ള എല്ലാ സഖാക്കളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും KPയെ പിടികൂടണം എന്ന് പോലീസുകാർ വാശിയിൽ കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി KPയുടെ വീട്ടിലേക്ക് എത്തി അച്ഛനെ എടുത്ത് കട്ടിലോടെ പുറത്ത് വെച്ച് അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ്. വീട്ടിലുള്ള മറ്റെല്ലാ അംഗങ്ങളെയും മർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തൊട്ടപ്പുറത്ത് ഒളിവിൽ കഴിയുന്ന ഗോവിന്ദൻകുട്ടി നോക്കി നിൽക്കുകയാണ്. സഹിക്കാൻ പറ്റാതെ വയസ്സനായ അച്ഛനെ മർദ്ദിക്കുന്നത് കാണാൻ കഴിയാതെ ഞാനാണോ ഗോവിന്ദൻകുട്ടി, എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് രംഗത്തേക്കുകയും അവിടെ വെച്ച് ഗോവിന്ദൻകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ബോധം നശിക്കുന്നതുവരെ മർദ്ദിക്കുകയും. അങ്ങനെ അദ്ദേഹത്തെ സേലം ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ സേലം ജയിലിൽ വെച്ച് ക്രൂരമായ വർധനങ്ങൾ. ആ സേലം ജയിലിൽ കഴിയുന്ന സന്ദർഭത്തിലാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛനെ കാണാൻ വിടണമെന്ന് പറഞ്ഞിട്ട് ജയിലിൽ നിന്ന് വിട്ടില്ല. 7-ാം ദിവസമാണ് വിട്ടത്. 7-ാം ദിവസം വിട്ടു. 8-ാം ദിവസം വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് സേലം ജയിലിൽ കഴിയുകയാണ്. സേലം ജയിലിൽ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് മാറ്റുകയാണ്. അതിന് കാരണം ജയിലിൽ വെച്ച് കമ്മ്യൂണിസ്റ്റുകാരായ തടവുകാരെ ജയിലന്മാർ മർദ്ദിക്കുകയാണ്. അത് സ്ഥിരമായ സംഭവമാണ്. ജയിലറയിലുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ജയിലന്മാർക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിച്ചു. അത് സഹിക്കാനാവാതെ സഖാവ് പകരം വീട്ടുകയാണ്, പകരം ചോദിക്കുകയാണ്. മറ്റ് തടവുകാരുമെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ജയിലന്മാരുമായി ഏറ്റുമുട്ടി ഒരു ജയിൽ വാർഡന്റെ തല പൊട്ടി ചോരയൊലിച്ചു. അതോടുകൂടി പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ല. ക്രൂരമായ മർദ്ദനങ്ങൾ അവിടെ വെച്ച് കണ്ണൂർ ജയിലിലേക്ക് മാറ്റി. കണ്ണൂർ ജയിലിൽ ദിയൂർ ജയിലിൽ ഉണ്ടായതിനേക്കാൾ വലിയ മർദ്ദനമാണ്. ഏകാന്തവാസം, ഏകാന്ത തടവാണ്. ആ കൂട്ടത്തിൽ മലപ്പുറത്തെ നാരായണനാളി നാരായണനാർ തടവുകാരനായി ഉണ്ടായിരുന്നു എന്നീ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വെച്ചുള്ള ക്രൂരമായ വർധനകൾ. ഈ മർദ്ദനങ്ങളെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും കുശലനായ കമ്മ്യൂണിസ്റ്റുകാരനായാണ് അദ്ദേഹം ജയിലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കാലത്താണ് റോസമ്മ പുനഃസ്മരിച്ച ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ജയിലിലുള്ള തടവുകാരിൽ നിന്ന് സംഭാവനമായി ഈ
തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തത് അക്കാലത്ത് ദേശാഭിമാനി പത്രത്തിൽ വലിയ വാർത്തയായി വരികയുണ്ടായി. പിന്നീട് അദ്ദേഹം പാർട്ടി നിരോധനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. പാർട്ടി പ്രവർത്തകർ നാട്ടിൽ തുടരുന്നതിനിടയിൽ ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിക്കണ്ടേ എന്നുള്ള ആലോചനക്കാരും അവസാനം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പെണ്ണുകൾക്കും താത്തമംഗലത്തെ വലിയ വഴിയിൽ ആണ് പെണ്ണിൻ്റെ വീട്. അങ്ങനെ കല്യാണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുകയാണ്. ടി വിയാണ് അക്കാലത്ത് മാത്രമല്ല, ടി വിക്കൊന്നും കാര്യമായി ചികിത്സയില്ലാത്ത കാലമാണ്. ടി വി ബാധിച്ചു രക്തം തുപ്പുകയാണ്. സഖാവാണ് എനിക്ക് കല്യാണം വേണ്ട. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരും സ്വന്തം വീട്ടുകാരും ഒക്കെ പറഞ്ഞു ഏതായാലും നിശ്ചയിച്ചു പോയി, അതങ്ങ് കഴിക്കാം. സാധാരണഗതിയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരാൾ രോഗം മൂർച്ഛിക്കുന്നതിനൊക്കെ ഏതായാലും കല്യാണം കഴിച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത്. സഖാവ് അങ്ങനെ എന്താ തീരുമാനിച്ചു? എൻ്റെ കാരണം കൊണ്ട് ഒരു സ്ത്രീയും ഒരു വീട്ടുകാരും കഷ്ടപ്പെടാൻ അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. സഖാവ് കല്യാണത്തിനെത്തിയാണ്. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് സാഹിത്യ പ്രചാരണം, കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുമായി സഖാവ് മുന്നോട്ട് പോവുകയാണ്. അക്കാലത്ത് ദേശാഭിമാനിയുടെ ഷെയർ എടുത്ത ഒരാളാണ് ഇവിടെ KP ഗോവിന്ദൻകുട്ടി. ദേശാഭിമാനിയുടെ ഏജന്റുമായി ദേശാഭിമാനി പത്രം കല്ലേരിയിലെത്തുമ്പോൾ കല്ലേരിയിൽ നിന്ന് എടുത്തു ഇവിടെ വിതരണം ചെയ്തിരുന്ന, അക്കാലത്ത് വിതരണം ചെയ്തിരുന്നത് സഖാവ് KP ഗോവിന്ദൻകുട്ടിയാണ്. പുസ്തകങ്ങൾ മാർക്സിസം ലെനിനിസവുമായി ബന്ധപ്പെട്ട കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങി ശേഖരിക്കുകയും വായിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുകയും പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു ഗോവിന്ദൻകുട്ടി. പുസ്തകങ്ങളുടെ പരിശീലനം നൽകി. ആ നിലയിൽ സാംസ്കാരിക രംഗത്തെ വലിയ ഇടപെടൽ അത് സഖാവിൻ്റെ ശീലമായി മാറുകയുണ്ടായി. ആ ഇടയിലാണ് വിജ്ഞാന കൈരളി വായനശാല ഇവിടെ സ്ഥാപിക്കുന്നത്. സഖാവ് KP ഗോവിന്ദൻകുട്ടിയുടെ പീഡികമുറിയിൽ സൗജന്യമായാണ് വായനശാല പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം ചെറുകുളത്തൂർ കലാസമിതിയും രൂപീകരിച്ചു. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജീവമാക്കി. സംഗീത ക്ലാസുകളും നൃത്ത ക്ലാസുകളും നാടക കളരിയും സംഘടിപ്പിച്ചു. അക്കാലത്ത് നാടക സംഗീത അക്കാദമിയുടെ അംഗീകാരം നേടിയെടുക്കാൻ ആ കലാസമിതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. KP തന്നെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. 2 നാടകങ്ങൾ, കാറു നീങ്ങി മാനം തെളിഞ്ഞു എന്നതാണ് ഒന്നിലേക്ക്, മറ്റൊന്ന് കൃഷിക്കാരൻ എന്നതാണ്. ഈ വിജ്ഞാന കൈരളി വായനശാല അവതരിപ്പിച്ചുള്ള ആദ്യത്തെ നാടകത്തിൻ്റെ പേര് ചന്ദ്രിക വിജയം എന്നാണ്. അതിൽ അഭിനയിച്ചവർ KR ബാലകൃഷ്ണനും CM പത്മനാഭ പണിക്കരും പ്രചരിതായിട്ടുണ്ടായിരുന്ന കീഴക്കുട്ടി മാസ്റ്ററും ആയിരുന്നു. KR ബാലകൃഷ്ണൻ, CM പത്മനാഭ പണിക്കർ, കീഴക്കുട്ടി മാസ്റ്റർ. MK നമ്പ്യാരാണ് ആ നാടകം സംവിധാനം ചെയ്തത്. കീഴക്കുട്ടി മാസ്റ്റർ അവിടെ സ്ത്രീയായിട്ടാണ് അഭിനയിച്ചത്. അന്ന് സ്ത്രീകളെ കിട്ടാനൊക്കെ വളരെ പ്രശ്നം. ആ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ നാടകത്തിലെ പോലീസ് പ്രവർത്തനത്തിൻ്റെ ഒരു രംഗം അരങ്ങത്തിൽ. പോലീസാണെന്ന രീതിയിൽ നാടകം കാണാമെന്ന നിർമ്മിച്ച ജനാവലി ഓടി രക്ഷപ്പെടുകയാണ്. നാടകം മുഴുവൻ കാണാൻ നന്ദി. അക്കാലത്തെ പോലീസ് പ്രവർത്തനത്തിൻ്റെ ക്രൂരതകളിലേക്കാണ് അത് വരച്ചു കൊടുക്കുന്നത്. അക്കാലത്ത് സ്ത്രീ കഥാപാത്രങ്ങളെയും ഈ ചെറുപ്പക്കൂടി അണിനിരത്താൻ ഈ നാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരാൾ കളത്തിങ്ങൾ സത്യഭാമ, കളത്തിങ്ങൾ കൃഷ്ണകുട്ടിയാർ, കളത്തിങ്ങൾ സത്യഭാമ, മരുമയിൽ മങ്കയാക്ഷി, ഷാജിനമ്മ, UC ഈ ഉള്ളാരഘട്ടിലെ പത്മിനി ടീച്ചർ. ഈ 3 സ്ത്രീകൾ വളരെ ചെറുപ്പക്കാരാണ്, വളരെ ചെറിയ കാലത്താണ് അത് അഭിനയിക്കുന്നത്. ചായപ്പൊടി ഉണ്ടായിരുന്നു. പറമ്പിൽ രാജു
എന്നയാളുടെ ഒരു ചായക്കുടി. ആ ചായക്കുടിയിൽ പോലീസുകാർ സ്ഥിരമായി വരും. പോലീസുകാർ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. ഇവിടെ എല്ലാ ദിവസങ്ങളിലും ജാഥകളാണ്. രാവിലെ ചെറുപ്പൂരാണെങ്കിൽ വൈകുന്നേരം ചെട്ടിക്കളി, പിറ്റേ ദിവസം ചെറുപ്പയിൽ, ഇങ്ങനെ പെരുവണ്ണയിൽ മാറി മാറി ജാഥകൾ. അതെല്ലാം കണ്ട് പോലീസ് നിരന്തരമായി വേട്ടയാടാൻ ആരംഭിക്കുകയാണ്. പോലീസ് വന്നാലും ഈ പ്രക്ഷോഭം കിട്ടില്ല. ചായപ്പൊടിയിൽ കയറി ചായ കുടിക്കും. കോയിനുകുട്ടിയുടെ കണക്കിൽ എഴുതി വെച്ചോ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കില്ല. അത് മാത്രമല്ല, പോകുമ്പോൾ അയാളുടെ മോന്തകിലാണ് കൊടുക്കുകയും. അദ്ദേഹം അവസാനം ചായപ്പൊടിയെ കൂട്ടിലെത്തിക്കും. ഈ കാലത്ത് കലാസാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളെ സഹായിച്ച കുറേ ആളുകളുടെ പേരുകൾ സഖാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. BR താത്തുക്കുട്ടി മാസ്റ്റർ, പാറാഞ്ചേരി അച്യുതൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കലാസാംസ്കാരിക സമിതി വോട്ട് വന്നിട്ടുണ്ട്. MP മാധവൻ നമ്പ്യാർ മാസ്റ്റർ, VT വേലു മാസ്റ്റർ, പിലാത്തോട്ടത്തിൽ കൃഷ്ണൻകുട്ടി ഭാഗവതർ, MK നമ്പ്യാർ, CM പത്മനാഭ പണിക്കർ, KR ബാലൻ, ഇവരെല്ലാം ഈ കലാസാഹിത്യ പ്രവർത്തനങ്ങളിലെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച സഖാക്കളാണ്. ഇതൊരു AKGയോടൊപ്പം ഒരു രാത്രി മുക്കത്ത് നിന്ന് AKG ഒളിവിൽ കഴിയുന്ന കാലം അദ്ദേഹത്തെ എത്തിക്കേണ്ടത് കോഴിക്കോട് ചാലക്കുളം. അന്ന് വാഹനങ്ങളില്ല, ഫോൺ സൗകര്യങ്ങളില്ല, നടന്നിട്ടാണ് ഈ യാത്രകളെല്ലാം നടത്തിയത്. മുക്കത്ത് നിന്ന് പെരുവയിൽ കൊടമ്പാട്ടിൽ നാരായണ മാസ്റ്റർ വീട്ടിലാണ് എത്തിക്കേണ്ടത്. അതിൻ്റെ ചുമതലക്കാരൻ സഖാവ് KP ഗോവിന്ദൻകുട്ടിയാണ്. സഖാവ് AKGയെ പെരുവയിൽ എത്തിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ കോഴിക്കോട്ട് എത്തിക്കേണ്ടത്, അത് ചാലക്കുളത്ത് എത്തിക്കേണ്ടത് സഖാവ് VT അച്യുതൻ മാഷാണ്. VT അച്യുതൻ മാഷയുടെ കൂടെ തേവരപറമ്പത്തെ രാഘവൻ നായരും ഉണ്ടായിരുന്നു. പെരുവയിലുള്ള തേവരപറമ്പത്തെ രാഘവൻ നായർ. റോഡിന് പോയാൽ പോലീസ് പിടിക്കും എന്ന ഭയം കൊണ്ട് ഉൾപ്രദേശങ്ങളിലൂടെയാണ് പോയത്. ഇതിലെ വയലിലൂടെ പോയി പെരുങ്ങളം കഴിഞ്ഞ് മുണ്ടിക്കത്താഴത്തുകൂടിയാണ് അവർ പോകാൻ തീരുമാനിച്ചത്. മുണ്ടിക്കത്താഴത്ത് എത്തിയപ്പോൾ അവിടെ ഒരു നാട്ടുപ്രമാണി ഒരു പീടികയിലിരിക്കുന്നു. പെട്രോൾ ബോക്സിന് വെളിച്ചമാണ്. ആ പ്രമാണി രണ്ട് അനുചരന്മാരും കൂടി അങ്ങനെ ഇരിക്കുകയാണ്. അത് കണ്ടപ്പോൾ AKG വഴി മാറി റോഡിലൂടെ ഇരുട്ടിലൂടെ മുന്നോട്ട് നീങ്ങി. ഇവർ വെളിച്ചത്തിലൂടെ നടന്നു പോവുകയാണ്. നാരായണൻ നായരാണെങ്കിൽ നല്ല വലിപ്പവും നല്ല ഡ്രസ്സും നല്ല ചെരുപ്പും ഒക്കെ ഇട്ട ഒരു വലിയ മനുഷ്യനാണ്. വീട്ടിൽ ചെറുപ്പമാണെങ്കിലും അക്കാര്യത്തിലൊന്നും കുറവില്ല. ഇങ്ങനെ രണ്ട് ആളുകൾ പോകുമ്പോൾ ഈ പ്രമാണി വിളിക്കുകയാണ്. വിളിച്ചപാടെ കയ്യിലുള്ള ചൂടിനോട് അടിക്കുകയാണ്. അടിയെല്ലാം നന്നായി കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ ആരാണെന്നും എങ്ങോട്ടാണ് പോകുന്നത് എന്നുമെല്ലാം ചോദിക്കുന്നത്. അങ്ങനെ അടി കൊള്ളുകയാണെങ്കിൽ AKG അപ്പുറത്തുള്ളത് കൊണ്ട് അടി കൊണ്ട് അല്ലെ അടിയോട് കൊടുക്കുക. അങ്ങനെ അടികൊണ്ട് അവസാനം ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഒരു മരണം അറിയിക്കാൻ പോവുകയാണ്, കോഴിക്കോട്ടേക്ക് പോവുകയാണ്, ചാത്തപ്പത്തിൽ നിന്ന് തിരികെ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതൊക്കെ പറഞ്ഞോടെ എൻ്റെ സമ്മതമില്ലാതെ ഇങ്ങോട്ടൊന്നും പോകാൻ പാടില്ല, ചെരുപ്പും സൂട്ടും പത്താസുമായി പോകാൻ പാടില്ല എന്നാണ് ആ പ്രമാണി ഇതിലുള്ളത്. മറ്റൊരു സംഭവമാണ് സഖാവ് AKGക്കായുള്ള ഒരു പ്രതിഷേധം. 1981 52 തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഒരു വാഹനജാഥ AKGയുടെ നേതൃത്വത്തിൽ നടത്തുകയാണ്. ആ ജാഥയ്ക്ക് ഈ പ്രദേശത്ത് സ്വീകരണം ചാത്തമംഗലത്താണ്. ചാത്തമംഗലത്ത് യാത്രയെത്തിയപ്പോൾ അവിടെയുള്ള ഗുണ്ടകളും പ്രമാണിമാരും എല്ലാവരും കൂടി പറഞ്ഞു വെച്ച് AKGയെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചില്ല, പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല. നിവൃത്തിയില്ലാതെ AKG മുന്നോട്ട് പോയി. ബാക്കിയുണ്ടായിരുന്ന ഗോവിന്ദൻകുട്ടിയും മറ്റു സഖാക്കളും അവിടെ വെച്ച് പ്രതിഷേധ പ്രകടനം നടത്തി പിരിഞ്ഞു. അവിടെ വെച്ച് ഗോവിന്ദൻകുട്ടി പ്രഖ്യാപിച്ചു, അടുത്ത ശനിയാഴ്ച ഞങ്ങൾ ഇവിടെ ജാഥ നടത്തും.
ധൈര്യമുണ്ടെങ്കിൽ വന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു. പിറ്റത്തെ ആഴ്ച ശനിയാഴ്ച ഈ ഭാഗത്തുള്ള എല്ലാ സഖാക്കളോടും അവിടെ എത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. എല്ലാ ഭാഗത്തും എല്ലാ ആളുകളും അവിടെ എത്തി. പോകുമ്പോൾ വലിയനുള്ളിൽ കുറുവടി കരുതണം എന്ന പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. കുറുവടിയുമായിട്ടാണ് പോയിരുന്നത്. അവിടെ വെച്ച് മൈക്ക് കോഴിക്കോട്ട് നിന്ന് കൊണ്ടുവന്ന് മൈക്ക് കെട്ടാൻ സ്ഥലം സമ്മതിക്കില്ല, സ്ഥലം അനുവദിക്കില്ല. രണ്ടുപേർ അവിടെ മൈക്കിൻ്റെ ഓട് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് നമ്മുടെ TK ചന്ദ്രൻകുട്ടിയാണ്, ഓണത്തിൽ രാമൻകുട്ടിയാണ്. ഈ രണ്ടുപേരുമാണ് ഓണം പിടിച്ചത്. KP ഗോവിന്ദൻകുട്ടി ഉജ്ജ്വലമായ പ്രസംഗം. കഴിഞ്ഞ പ്രാവശ്യം തടഞ്ഞു വെച്ചത് ആളുകളെ ചീത്ത പറയോ കുടുംബം പണിക്കുന്നില്ല, നല്ല നിലവാരത്തിലുള്ള അന്തസ്സുള്ള പ്രസംഗം നടത്തി. ആരും തടയാൻ വന്നില്ല, തടയാൻ വന്നവരല്ല, ചുറ്റും നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ ആ പൊതിയും കഴിഞ്ഞ് അവർ തിരിച്ചു പോയി. പിന്നീട് ഈ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായ മറ്റൊരു കാര്യം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അതിലൊന്ന് തായാട്ട് ശങ്കരൻ പങ്കെടുത്ത ഒരു യോഗമാണ്, ഒരു പൊതുയോഗം. അത് സംഘടിപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അന്ന് തായാട്ട് ശങ്കരൻ നല്ല കോൺഗ്രസ്സാണ്. അദ്ദേഹം ദീർഘമായി പ്രസംഗിച്ചു. പ്രസംഗത്തിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞതിലെന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ, വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ ചോദിക്കാറുണ്ടെങ്കിൽ ആർക്കും ചോദിക്കാം, മൈക്ക് ഞാൻ അവർക്ക് തരുന്നു എന്ന രീതിയിലാണ് പ്രസംഗങ്ങളെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അവിടെ സഖാവ് KP ഗോവിന്ദൻകുട്ടി എഴുന്നേറ്റ് നിന്നോ തായാട്ട് ശങ്കരൻ അടുത്തേക്ക് കുറിച്ചു മൈക്ക് കൊടുത്തു. തായാട്ട് ശങ്കരൻ പറഞ്ഞ എല്ലാ കാര്യത്തിനും ചുട്ട മറുപടി അവിടെ വെച്ച് KP ഗോവിന്ദൻകുട്ടി കൊടുത്തു. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് തായാട്ട് ശങ്കരൻ KPക്ക് കൈ കൊടുത്തു. ഒന്നും പറഞ്ഞില്ല. പ്രസംഗം സംഘടിപ്പിച്ച കോൺഗ്രസ്സുകാർ ഭക്ഷണനായി ഇങ്ങനെയാണെങ്കിൽ വേണ്ടിയില്ലായിരുന്നു എന്ന് തമ്മിൽ നമ്മൾ പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് 1951 പാർട്ടി നിരോധിച്ച കാലത്താണ്. പിന്നീട് തായാട്ട് ശങ്കരൻ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാവുകയും ദേശാഭിമാനി ബാലികയുടെ ഒത്താധിപരാകുകയും എല്ലാം ചെയ്തു. 1949 ആണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ പ്രാഥമികമായ ഘടകം രൂപീകരിക്കും. അന്നത്തെ ഘടകം ഇന്നത്തെ ബ്രാഞ്ചിന് പകരം ഓക്സിലറി എന്നാണ് ആദ്യം പറയുക. ഓക്സിലറി സംഘത്തിൽ 7 പേരാണ് അന്നുണ്ടായിരുന്നത്. മാഷ്ടാട്ടിൽ കിട്ട, പുന്നാർപ്പത്ത് മാധവൻ നായർ, പറമ്പിൽ ചന്ദ്രൻ, ആയമ്പള്ളി വേലായുധൻ, മരുമയിൽ വാസു, MB കേൾക്കുട്ടി, നമ്മുടെ കേൾക്കുട്ടി വാസു, ഈ 7 ആളുകളാണ്. ആ കാലത്ത് പാർട്ടിയുടെ സന്ദേശങ്ങൾ മേലെ കീഴിലെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കുലർ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നടത്തിയ 2 പേരെ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. കൊക്കരയിൽ കേളും ചെറിയ കേളും അവർ അക്കാലത്ത് രാവിലെ കച്ചവടം, ഇവിടുന്ന് രാവിലെ കൊണ്ടുപോകും, വഴിക്കൽ തിരിച്ചുകൊണ്ടാണ് കോഴിക്കോട്ടേക്ക്. ഈ രാവിലെ കെട്ടിലാണ് സർക്കുലർ കൊണ്ടുപോവുക. കോഴിക്കോട്ടേക്കുള്ള സർക്കുലർ രാവിലെ കെട്ടിൽ കൊണ്ടുപോകും. അവിടെ എത്തി ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് ഏൽപ്പിച്ച് അവിടെ നിന്നുള്ള സർക്കുലർ തിരിച്ച് അവർ കോഴിക്കോട്ട് നിന്ന് വാങ്ങുന്ന സാധനത്തിന്റെ കൂടെ വെച്ച് ആരും കാണാതെ തിരിച്ചു കൊണ്ടുവരും. ഇങ്ങോട്ട് വരുമ്പോൾ ആ സർക്കുലർ വാങ്ങുന്നതിന് വേണ്ടി KP കാത്തിരിക്കും. അങ്ങനെയുള്ള സർക്കുലർ പ്രവർത്തനം ആണ് അക്കാലത്ത് നടത്തിയിരുന്നത്. ഉച്ചനീചത്വങ്ങൾ, അയിത്തം, അനാചാരം, പണിയെടുത്താൽ കൂലിയില്ല, അങ്ങനെയെല്ലാം ഉള്ള ഒരു കാലം. ആ കാലത്ത് കുടികിടപ്പ് ഒരാൾക്കും ഇല്ല. ജന്മി പറയുന്ന സ്ഥലത്ത് കുടികൾ കെട്ടി താമസിക്കുക. ജന്മി പറയുമ്പോൾ ഒഴിഞ്ഞു പോകണം. ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ അവരെ ഒഴിപ്പിക്കും, ഇറക്കി വിടും. അതിൻ്റെ പേരാണ് കുടി ഒഴിപ്പിക്കുക. അത് വ്യാപകമായി.
ജന്മിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് തോന്നിയാൽ അപ്പോൾ കുടിയൊഴിപ്പിക്കും. ആ വീട് നിൽക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന ഒരു മരവും അവർക്ക് അവകാശപ്പെട്ടതല്ല, ഒരു തരി മണ്ണും അവരുടേതല്ല. അവര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാവ്, അതിൻ്റെ മുകളിൽ ചക്ക എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ദിവസം ഗോവിന്ദൻകുട്ടി മലപ്പുറത്ത് നിന്ന് അരമണി ഇടവഴിയിൽ കൂടി നെല്ലുകുടിയിലേക്ക് വരുമ്പോഴാണ് മണ്ണിൽ തൊടിയിലെ കൃഷ്ണൻ ചെട്ടിയാരുടെ ഭാര്യയും കുട്ടികളും കരയുകയാണ്. ചുറ്റും കുറേ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. സഖാവ് അന്വേഷിച്ചു, എന്താണ് നിങ്ങൾ കരയുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നാളെ ഞങ്ങളുടെ ഈ പ്ലാവ് മുറിക്കാൻ, ഞങ്ങളുടെ എന്ന് പറയുന്നത് ജന്മി ആളെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലാവിൻ്റെ മുകളിൽ നിറയെ ചക്കയുണ്ട്. ഈ ചക്കക്കാലത്ത് പട്ടിണിയില്ലാതെ ജീവിക്കുന്നത് ഞങ്ങൾ ഈ ചക്ക തിന്നിട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കരഞ്ഞത്. അപ്പം ഗോവിന്ദൻകുട്ടി പറഞ്ഞു, പേടിക്കില്ല, മുറിക്കാൻ ആൾ വരുമ്പോൾ നിങ്ങൾ പറയുക ഈ പ്ലാവ് ഞങ്ങളുടേതാണ്, തൊട്ട് പോകരുത് എന്ന് പറയാം, ബാക്കി കാര്യം ഞങ്ങൾ. അങ്ങനെ ഗോവിന്ദൻകുട്ടി പിറ്റേ ദിവസം രാവിലെ ഗോവിന്ദൻകുട്ടിയും സഖാക്കളും അവിടെ എത്തുകയാണ്. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ രാവ് മുറിക്കാൻ രണ്ടാളില്ല. പറഞ്ഞതുപോലെ തന്നെ ഇവർ പറഞ്ഞു, രാവ് മുറിക്കാൻ പറ്റില്ല, ഇത് ഞങ്ങളതാണ്. അപ്പോൾ മരം മുറിക്കാരും പ്രതീക്ഷിക്കുന്നില്ല, അവരൊരു പ്രതീക്ഷയില്ല, അവരിങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. അപ്പോഴാണ് KP ഗോവിന്ദൻകുട്ടി ചെന്നു, ഈ പ്ലാവ് മുറിക്കാൻ പറ്റില്ല, ഈ പ്ലാവിൻ്റെ ഉടമസ്ഥന്മാർ ഇവരാണ്, നിങ്ങൾ മുറിക്കുകയാണെങ്കിൽ ചിലതൊക്കെ അവിടെ നടക്കും, അതിൻ്റെ അതിനെ മുറിച്ചാണ്, മുറിക്കാതെ അവർ തിരിച്ചു മുറിക്കുക. പിന്നീട് ഒരിക്കലും ആ പ്ലാവ് മുറിക്കാൻ അവരുടെ പറമ്പിലേക്ക് വന്നിട്ടില്ല. ഇങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു.